ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ മക്കളുടെ ബേസിക് സയൻസിലെ 2ാമത്തെ യൂണിറ്റ് ആണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത്. എവേ ഫ്രം ഡിസീസസ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ഇതിലെ മുഴുവൻ ആക്ടിവിറ്റീസും ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ മലയാളം മീഡിയം ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കുട്ടികൾ STD5 ബേസിക് സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നമുക്കിതാ ഇവിടെ ഒരു അമ്മ കുട്ടിയായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്ന നോക്കൂ, ഇറ്റ് ഈസ് എ വൈറൽ ഫീവർ, ഇതൊരു പകർച്ചപ്പനിയാണ്. എനിവൺ എൽസ് അറ്റ് ഹോം കോട്ട് വിത്ത് ഫീവർ, വീട്ടിൽ ആർക്കെങ്കിലും പനി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നത് അല്ലേ. യെസ്, ഹിസ് സിസ്റ്റർ ആൻഡ് ഐ വർ എഫക്റ്റഡ്, അതെ അവൻ്റെ ചേച്ചിക്കും എനിക്കും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഡിഡ് യു റീഡ് ദ കോൺവെർസേഷൻ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഫീവർ? ഫീവറിനുള്ള റീസൺ എന്തായിരുന്നു മക്കളെ? എന്തായിരിക്കാം? ബൈ കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെ. വീട്ടിലുള്ള ആളുകൾക്കാണ് ഫീവർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എന്താണ് ബൈ കോണ്ടാക്ട്, നമ്മൾ സമ്പർക്കം മൂലം എന്താണ് ഇടപഴകൽ മൂലം നമുക്ക് അവർക്ക് ഫീവർ, വൈറൽ ഫീവർ അങ്ങനെയാണ് ഉണ്ടാവാറ്. വാട്ട് ഷുഡ് ബി ഡൺ ടു പ്രിവെന്റ് ദ സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസ് ടു അതേഴ്സ്? ഇത്തരത്തിൽ ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും? റൈറ്റ് ദ നെയിംസ് ഓഫ് ഡിസീസസ് യു നോ ഇൻ യുവർ സയൻസ് ഡയറി. ആർ ദേ ഓൾ കമ്മ്യൂണിക്കബിൾ? ഓക്കെ, അപ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. എല്ലാ ഡിസീസസും എന്താണ് മക്കളെ? കമ്മ്യൂണിക്കബിൾ ആണോ? കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ചാൽ പകർച്ചവ്യാധികൾ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഡിസീസസിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുക. അല്ലെങ്കിൽ മറ്റുള്ളവ പകരാത്തത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അപ്പോൾ അതിനുള്ള ഒരു ടേബിൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്, അത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യത്തേത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങൾ. അതിന് എക്സാമ്പിളാണ് ഡെങ്കി ഫീവർ, ജോണ്ടിസ് അതായത് മഞ്ഞപ്പിത്തം, പിന്നെ ചിക്കൻ പോക്സ്, ചിക്കുൻ ഗുനിയ, കോളറ, ലെപ്രോസി എന്ന് വെച്ചാൽ കുഷ്ഠരോഗം, പിന്നെ ട്യൂബർകുലോസിസ് അതായത് ക്ഷയരോഗം, പിന്നെ മീസിൽസ്, 5ാം പനി. ഇതെല്ലാം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന അസുഖങ്ങളാണ്. ഇനി 2ാമത്തെ കോളത്തിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്ത രോഗങ്ങൾ. അതിന് എക്സാമ്പിളാണ് ക്യാൻസർ, പിന്നെ ഡയബറ്റീസ്, ഷുഗർ അതായത് നമ്മുടെ പ്രമേഹം ഉണ്ടല്ലോ അത്, ഹാർട്ട് ഡിസീസസ് ഹൃദയ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സ്റ്റോൺ, മൂത്രക്കല്ല്, ആസ്തമ, പിന്നെ ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളൊന്നും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. പാൻഡമിക്സ്. എന്താണ് പാൻഡമിക്സ് മക്കളെ? വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ടു അതർ കൺട്രീസ് ഓർ കോണ്ടിനെൻറ്റ്സ് ആൻഡ് എഫക്ട് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, ഇറ്റ് ഈസ് കോൾഡ് എ പാൻഡമിക്. എന്താണ് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ്? ഒരു പകർച്ചവ്യാധി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്ന് അങ്ങനെ ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തെ വ്യക്തിയിലേക്ക്, അതുപോലെ ഭൂഖണ്ഡങ്ങളിലേക്കൊക്കെ പകരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ പാൻഡമിക്സ് എന്ന് പറയാം. സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ്, പ്ലേഗ്, COVID-19 എക്സെട്ര ആർ സം ഓഫ് ദ പാൻഡമിക്സ് ദാറ്റ് വി ഹാവ് സർവൈവ്ഡ്. നമ്മളുടെ സ്മോൾ പോക്സ്, അതുപോലെ ട്യൂബർകുലോസിസ്, ക്ഷയം, പിന്നെ നമ്മളുടെ പ്ലേഗ്, COVID-19 ഇതൊക്കെ കുറച്ച് പാൻഡമിക് ഡിസീസസ് ആണ്. നമ്മൾ ഇതിനെയൊക്കെ സർവൈവ് ചെയ്ത് വന്നവരാണ്. Aren't we more likely to get affected when we come into contact with someone who is sick? What cause communicable diseases? എന്താണ് മക്കളെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടാവാനുള്ള കാരണം? അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ ആരാണ് ഉണ്ടാക്കുന്നത്? പാത്തോജൻസ് ആണ് ഉണ്ടാക്കുന്നത്. ക്യാൻ വി സീ ദം? നമുക്ക് അവയെ കാണാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ. വൈറസ്, ഫംഗസ് പോലെയുള്ള പാത്തോജൻസിനെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. പക്ഷേ മൊസ്കിറ്റോ, ഹൗസ് ഫ്ലൈ, റാറ്റ് തുടങ്ങിയിട്ടുള്ള വെക്ടേഴ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവരും എന്താണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി എന്താണ് പാത്തോജൻസ് എന്ന് നോക്കാം.
Most communicable diseases are caused by microorganisms like bacteria, viruses and fungi that cannot be seen with the naked eyes. നമുക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ട് നേരിട്ട് കാണാൻ പറ്റാത്ത എന്താണ് മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികളായിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയിട്ടുള്ള ജീവികളാണ് അധിക കമ്മ്യൂണിക്കബിൾ ഡിസീസസിനും കാരണമാവുന്നത്. ദേ ആർ കോൾഡ് പാത്തോജൻസ് ബിക്കോസ് ദേ കോസ് ഡിസീസസ്. ഇവർ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ, രോഗകാരികളായതുകൊണ്ട് തന്നെ ഇവയെ പാത്തോജൻസ് എന്നാണ് വിളിക്കാറ്. നമുക്കവിടെ ബാക്ടീരിയയുടെയും വൈറസിൻ്റെയും മൈക്രോസ്കോപ്പിക് വ്യൂ തന്നിട്ടുണ്ട്, മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന ചിത്രം തന്നിട്ടുണ്ട്. ലിവിങ് വിത്ത് ദ മൈക്രോ ഓർഗാനിസംസ്. ഇനി മൈക്രോ ഓർഗാനിസംസിനെ കൊണ്ട് അസുഖങ്ങൾ മാത്രമല്ല നമുക്ക് കുറച്ച് ഉപകാരങ്ങളും ഉണ്ട് കേട്ടോ. നോട്ട് ഓൾ മൈക്രോ ഓർഗാനിസംസ് ആർ പാത്തോജൻസ്. എല്ലാ മൈക്രോ ഓർഗാനിസംസും പാത്തോജൻസ് അല്ല. ദർ ആർ മെനി ബെനഫിഷ്യൽ ബാക്ടീരിയ ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ബാക്ടീരിയകളുണ്ട്. ദ ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് അവർ ഫുഡ്. ആ ബാക്ടീരിയകളൊക്കെ നമ്മുടെ ഡൈജഷനും ദഹനത്തിനും അതുപോലെ അബ്സോർപ്ഷനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. There are many instances where microorganisms can be useful to us. നമുക്ക് ഈ മൈക്രോ ഓർഗാനിസംസ് നമുക്ക് ഉപകാരമാവുന്ന രീതിക്കുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ ഡെയിലി ലൈഫിലുണ്ട്. ദോശ ബാറ്റർ ഈസ് ഫെർമെൻറ്റഡ് ബൈ സർട്ടൻ ബാക്ടീരിയ. ദോശമാവ് പുളിക്കുന്നത്, ഫെർമെൻറ്റേഷൻ നടക്കുന്നതൊക്കെ ബാക്ടീരിയകളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം കൊണ്ടാണ്. ബാക്ടീരിയ ആൻഡ് ഫഞ്ചൈ ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ആൻഡ് ആഡ് ഇറ്റ് ടു ദ സോയിൽ. അതുപോലെ തന്നെ ഓർഗാനിക് മാറ്ററൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മണ്ണിൽ അലിയിപ്പിക്കുന്നതും ബാക്ടീരിയകളാണ്. ഫൈൻഡ് മോർ ഇൻസ്റ്റൻസസ് where microorganisms are beneficial and write them in your science diary. ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. യൂട്ടിലൈസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ. മരുന്നുകളുടെ എന്താ പറയുക, മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രീസ് ഓഫ് മിൽക്ക്, വിനെഗർ, ജൂട്ട്, ടൊബാക്കോ, ലെതർ എക്സെട്ര. അതുപോലെ തന്നെ പാല്, വിനെഗർ, ജൂട്ട് ഒരു ക്ലോത്തിൻ്റെ മെറ്റീരിയലാണ് ജൂട്ട്, പിന്നെ ടൊബാക്കോ പുകയില, ലെതർ തുടങ്ങിയിട്ടുള്ളവയുടെ ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡീകമ്പോസിങ് ഫീറ്റൽ മാറ്റർ ഇൻ ടു ദ സോയിൽ. നമ്മളുടെ മണ്ണിലേക്ക് ഫീറ്റൽ മാറ്ററൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലയിപ്പിച്ച് കളയുന്നത് എന്താണ്, ഈ ബാക്ടീരിയകളാണ്. കൺവേർട്ടിംഗ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഇൻ ടു സോൾട്ട് ഇൻ സോയിൽ വിച്ച് ആർ ഈസിലി അബ്സോർബ്ഡ് ബൈ പ്ലാന്റ്സ്. അപ്പോൾ അറ്റ്മോസ്ഫറിക് നൈട്രജനെ മണ്ണിൽ അലിയിപ്പിക്കുന്നതും എന്താണ് മക്കളെ, മൈക്രോ ഓർഗാനിസംസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ്സിന് നൈട്രജനെ ഈസിലി ആയിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്നു. നെക്സ്റ്റ്, ഫെർമെൻറ്റേഷൻ ഓഫ് റൈസ് ബാറ്റർ. നമ്മുടെ അരിമാവൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫെർമെൻറ്റ് ചെയ്യുന്നതും ഈ ബാക്ടീരിയകളാണ്. ടേണിംഗ് മിൽക്ക് ഇൻ ടു കേർഡ്. പാലിനെ തൈരാക്കുന്നതും മൈക്രോ ഓർഗാനിസംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ദ വേൾഡ് ഓഫ് ഫഞ്ചൈ. വി ആർ ഫെമിലിയർ വിത്ത് ബ്രെഡ് മോൾഡ് ആൻഡ് ബ്ലാക്ക് മോൾഡ് ഫൗണ്ട് ഓൺ ക്ലോത്ത്സ്. അപ്പോൾ നമുക്ക് ബ്രെഡ് മോൾഡ്, ബ്രെഡിലുള്ള പൂപ്പലും അതുപോലെ കരിമ്പൻ കുത്തുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ മക്കളെ, ഡ്രസ്സ്. ദേ ആർ ഓൾ ഫഞ്ചൈ. അതെല്ലാം ഒരുതരം ഫംഗസ് ആണ്. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ ആർ സം ഓഫ് ദ ഫഞ്ചൈ ദാറ്റ് കോസ് ഡിസീസസ് ടു ഹ്യൂമൻസ്. അപ്പോൾ മനുഷ്യരിൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. ദ വേൾഡ് ഓഫ് ഫഞ്ചൈ ഇൻക്ലൂഡ്സ് എവറിത്തിങ് ഫ്രം എഡിബിൾ മഷ്റൂംസ് ടു ദോസ് ദാറ്റ് cannot be seen with the naked eyes. അപ്പോൾ നമ്മൾ കഴിക്കുന്ന മഷ്റൂമിൻ്റെ തൊട്ട് നമ്മളുടെ നമുക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളെ പോലെ വരെ എന്തുണ്ട്, ഫംഗസ് ഉണ്ട്. മഷ്റൂമൊക്കെ എന്താണ് മക്കളെ, ഫംഗസ് ആണ് കേട്ടോ. പക്ഷേ അത് നമുക്ക് എഡിബിൾ ആണ്, കഴിക്കാനായിട്ട് പറ്റും. ഹൗ ഡിസീസസ് സ്പ്രെഡ്. ഇനി അസുഖങ്ങൾ എങ്ങനെയാണ് പകരുന്നത് എന്ന് നോക്കാം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഡിസീസസ് സ്പ്രെഡ്. താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അസുഖങ്ങൾ പകരുന്നത് നോക്കിക്കേ മക്കളെ. ഒന്നാമത്തേത് ത്രൂ എയർ ആണ്, വായു വഴിയാണ്. അതായത് നമ്മൾ തുമ്മുകയും ചുമക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് വായുവിലേക്ക് സ്പ്രെഡായിട്ട്, എയറിലേക്ക് സ്പ്രെഡായിട്ട് അങ്ങനെ പകരാം. അല്ലെങ്കിൽ ത്രൂ വെക്ടേഴ്സ്, അതായത് ഹൗസ് ഫ്ലൈ, മൊസ്കിറ്റോ, റാറ്റ് തുടങ്ങിയിട്ടുള്ള വെക്ടേഴ്സ് വഴി പകരാം. ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ്, ഭക്ഷണങ്ങൾ മൂടി വെക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഡിസീസസ് സ്പ്രെഡ് ചെയ്യാം. പിന്നെ ബൈ കോണ്ടാക്ട്, രോഗം ഉള്ള ആളുകളുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ, അവരുമായിട്ട് ഇടപഴകുമ്പോൾ അങ്ങനെയും വരാം. വൈ ഡു വി കവർ അവർ നോസ് ആൻഡ് മൗത്ത് വിത്ത് എ ഹാൻഡ് കർച്ചീഫ് വെൻ വി കഫ് ഓർ സ്നീസ്. നമ്മൾ തുമ്മുകയും ചുമക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഹാൻഡ് കർച്ചീഫ് വെച്ചിട്ട് എന്തുകൊണ്ടാണ് മുഖം എന്താ പറയുക, വായ പൊത്തിപ്പിടിക്കണമെന്ന് പറയുന്നത്? വെൻ വി സ്നീസ് ഓർ കഫ്, ബാക്ടീരിയ ഫ്രം അവർ ബോഡീസ് ആർ സ്പ്രെഡ് ഇൻ ടു ദ എയർ. ടു പ്രിവെന്റ് ദിസ് വി യൂസ് എ ടവൽ വെൻ വി സ്നീസ്. അതായത് നമ്മൾ തുമ്മുകയും ചുമക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിലുള്ള ബാക്ടീരിയകൾ എയറിലേക്ക് പകരും, അതുവഴി അസുഖങ്ങൾ സ്പ്രെഡ് ആവും. അതുകൊണ്ടാണ് ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡു വി കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ്? ഭക്ഷണങ്ങൾ എന്തിനാണ് നമ്മൾ മൂടി വെക്കുന്നത്? ക്രിയേച്ചേഴ്സ് ലൈക്ക് ഫ്ലൈസ് ആൻഡ് മൊസ്കിറ്റോസ് ദാറ്റ് ലിവ് ഇൻ പൊല്യൂട്ടഡ് പ്ലേസസ് ഹാവ് എൻറ്റേർഡ് അവർ ഫുഡ്. ത്രൂ ദിസ് വി ആർ അറ്റ് റിസ്ക് ഓഫ് ഗെറ്റിംഗ് ഡിസീസസ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഫുഡ് ഷുഡ് ബി കവേർഡ്. അതായത് ഈച്ച, കൊതുക് പോലുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയകളിൽ ഇരിക്കുന്ന വെക്ടേഴ്സും അല്ലെങ്കിൽ ഫ്ലൈസും ഒക്കെ എന്ത് ചെയ്യുന്നു, അവർ മലിനമായിട്ടുള്ള സ്ഥലത്തിരുന്ന് നേരെ അടച്ചു വെക്കാത്ത ഭക്ഷണത്തിൽ വന്നിട്ട് ഇരിക്കും. അപ്പം അതുകൊണ്ട് അസുഖങ്ങൾ അതുവഴി സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണങ്ങൾ കവർ ചെയ്യാനായിട്ട് പറയുന്നത്. ഇൻ വാട്ട് വേസ് ഡു ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ദ ഹ്യൂമൻ ബോഡി? ഏതൊക്കെ വഴിയിലൂടെയാണ് ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുക? നമുക്കത് ഡിസ്കസ് ചെയ്യാനായിട്ടൊരു ഫ്ലോ ചാർട്ട് ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹൗ മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ദ ബോഡി ആൻഡ് ഡിസീസസ് ദേ കോസ്. അത് രണ്ട് വഴിയാണ്. നോട്ട് ത്രൂ വെക്ടേഴ്സ്, പിന്നെ ത്രൂ വെക്ടേഴ്സ്. അതായത് വെക്ടേഴ്സിലൂടെ അല്ലാതെ എങ്ങനെയൊക്കെ പകരാം? ഒന്ന് ത്രൂ സോയിൽ, മണ്ണിലൂടെ പകരാം, മണ്ണ് വഴി പകരാം. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഡിസീസസ് ആണ് വേം ഡിസീസും ടെറ്റനസും. പിന്നെ ത്രൂ എയർ, വായു വഴി പകരാം. അതിന് എക്സാമ്പിൾ ആണ് ട്യൂബർക്യുലോസിസും അതുപോലെ തന്നെ ചിക്കൻ പോക്സും. പിന്നെ ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്, വെള്ളവും ഭക്ഷണവും വഴി പകരാം. അതിന് എക്സാമ്പിൾസ് ആണ് ടൈഫോയിഡും അതുപോലെ ജോണ്ടിസും. പിന്നെ ത്രൂ വെക്ടേഴ്സ് വഴി എങ്ങനെയൊക്കെയാണ് പകരുന്നത് മക്കളെ? ഒന്ന് മൊസ്കിറ്റോ വഴി, കൊതുക് വഴി പകരാം. കൊതുക് വഴി പകരുന്നതിന് എക്സാമ്പിൾ ആണ് ഡെങ്കി ഫീവർ, മലേറിയ, ചിക്കുൻ ഗുനിയ തുടങ്ങിയവ. പിന്നെ അടുത്തത് ഹൗസ് ഫ്ലൈ, ഈച്ച വഴി പകരാം. അതിന് എക്സാമ്പിൾ ആണ് കോളറ, ഡയേറിയ തുടങ്ങിയിട്ടുള്ളവ. പിന്നെ അതുപോലെ ഹ്യൂമൻസ് വഴി, മനുഷ്യർ വഴി പകരാം. അതിന് എക്സാമ്പിൾ ആണ് ലെപ്രോസി, കോൺജക്റ്റീവ്സ് തുടങ്ങിയവയൊക്കെ കേട്ടോ. പിന്നെ അതുപോലെ ബേർഡ്സ് വഴി, പക്ഷികൾ വഴി പകരുന്ന അസുഖമാണ് ബേർഡ് ഫ്ലൂ. നൗ യു നോ ദാറ്റ് ഡിസീസസ് സ്പ്രെഡ് ത്രൂ വേരിയസ് വേസ്. അപ്പോൾ ഇപ്പോൾ അസുഖങ്ങൾ പലതരത്തിലും പകരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഹൗ മെനി ഡിസീസ് ക്യാരിയിങ് ഓർഗാനിസംസ് വർ യു ഏബിൾ ടു ഐഡൻറ്റിഫൈ? നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഡിസീസ് ക്യാരി ചെയ്യുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ് മക്കളെ? ഹൗസ് ഫ്ലൈ ഉണ്ട്, പിന്നെ മൊസ്കിറ്റോ ഉണ്ട്, ബാറ്റ് ഉണ്ട്, റാറ്റ് ഉണ്ട്, അല്ലേ? ഇതെല്ലാം ഉണ്ട് കേട്ടോ. വെക്ടേഴ്സ്, ഇനി എന്താണ് വെക്ടേഴ്സ് എന്ന് നോക്കാം. വെക്ടേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരിയിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ടു അവർ ബോഡി. അതായത് ഡിസീസ് ഉണ്ടാക്കുന്ന, അസുഖങ്ങൾ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസിനെ സച്ചാസ് ബാക്ടീരിയ, ഫംഗൈ, വൈറസ്. ഓക്കെ, ബാക്ടീരിയ, ഫംഗസ്, വൈറസ് പോലുള്ള മൈക്രോ ഓർഗാനിസംസിനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ഓർഗാനിസംസ് ആണെന്ത്? വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ജീവികളെ, അവരെ വഹിക്കുന്ന ആളുകളാണ് വെക്ടേഴ്സ്. ഹൗസ് ഫ്ലൈ, റാറ്റ് ഫ്ലീ, മൊസ്കിറ്റോ, ബാറ്റ്സ് എക്സെട്ര ആർ സം ഓഫ് ദ വെക്ടർ ഓർഗാനിസംസ്. ഈച്ച, ചെള്ള്, എലിച്ചെള്ള്, അതുപോലെ കൊതുക്, വവ്വാല് തുടങ്ങിയവയൊക്കെ വെക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. വെൻ ദ സറൗണ്ടിങ്സ് ബിക്കം പൊല്യൂട്ടഡ്. ഇനി അന്തരീക്ഷം മലിനമാകുന്നത് എങ്ങനെയൊക്കെ, അതിനെങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നോക്കുന്നത്. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ 2.4. താഴെ നൽകിയിരിക്കുന്ന പിക്ചർ നോക്കൂ. ഡു സിമിലർ കണ്ടീഷൻസ് എക്സിസ്റ്റ് ഇൻ യുവർ സറൗണ്ടിങ്സ്? ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് നിങ്ങളുടെ ചുറ്റുപാടിലും ഉണ്ടാവും. ഇവിടെ നമുക്ക് മാലിന്യങ്ങൾ കുന്നുകൂട്ടി ഇട്ടിരിക്കുന്നതും, എലികൾ പെരുകുന്നതും, അതുപോലെ നായകളൊക്കെ അതിലുള്ളത്, പിന്നെ കൊതുകുകൾ, ഈച്ചകളൊക്കെ മുട്ടയിട്ട് പെരുകുന്നതും ഒക്കെ ആയിട്ടുള്ള ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ചുറ്റിലും കാണാൻ സാധിക്കുന്നുണ്ടോ? റൈറ്റ് ഡൗൺ ദ കണ്ടീഷൻസ് ഇൻ വിച്ച് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ. നമുക്കിവിടെ വെക്ടേഴ്സ്, അതുപോലെ കണ്ടീഷൻസ് ഇൻ വിച്ച് ദ മൾട്ടിപ്ലൈ, വെക്ടേഴ്സ് ഉണ്ടാവുന്ന, അതായത് നമ്മുടെ ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോസ് ഒക്കെ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ വെക്ടർ ഹൗസ് ഫ്ലൈ ആണ്, അതായത് നമ്മുടെ ഈച്ച. ഈച്ച എങ്ങനെയാണ് മക്കളെ പെരുക്കുന്നത്? ഹൗസ് ഫ്ലൈ ബ്രീഡ് ഇൻ ഡീക്കേയിങ് ഓർഗാനിക് വേസ്റ്റ്, അതായത് നമ്മുടെ മാലിന്യങ്ങളുണ്ടല്ലോ, മാലിന്യങ്ങളിൽ നിന്നാണ് ഹൗസ് ഫ്ലൈ മുട്ടയിട്ട് പെരുകുന്നത്. ഇനി മൊസ്കിറ്റോസ് എങ്ങനെയാണ്? കൊതുകുകള്. മൊസ്കിറ്റോസ് ബ്രീഡ് ഇൻ ഡിസ്കാർഡഡ് പ്ലാസ്റ്റിക് ബാഗ്സ്, ബോട്ടിൽസ്, കോക്കനട്ട് ഷെൽസ് ആൻഡ് സ്റ്റാഗ്നന്റ് വാട്ടർ. നമ്മൾ പുറത്തേക്ക് എറിയുന്ന പ്ലാസ്റ്റിക്കിന്റെ ബാഗുകളിലും ബോട്ടിലുകളിലും പിന്നെ ചിരട്ടകളിലും അതുപോലെ കെട്ടിക്കിടക്കുന്ന ജലത്തിലും ഒക്കെയാണ് മൊസ്കിറ്റോസ്, കൊതുകുകൾ ഈ മുട്ടയിട്ട് പെരുകുന്നത്. അടുത്ത വെക്ടർ റാറ്റ് ആണ്, നമ്മുടെ എലിയാണ്. അത് എവിടെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ദ റിമൈൻസ് ഓഫ് ഫുഡ് ത്രോൺ ഔട്ട് ഈസ് അട്രാക്ട് ടു റാറ്റ്സ്. നമ്മൾ ഭക്ഷണങ്ങൾ പുറത്തേക്ക് വേസ്റ്റാക്കി എറിയുമ്പോൾ അതെന്ത് ചെയ്യുന്നു? എലികൾ അത് കാണുമ്പോൾ അവരുടെ ഫുഡ് അതാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എലികൾ ുള്ള സാധ്യതയുണ്ട്. ആൻഡ് ദ അൺക്ലീൻ സറൗണ്ടിങ്സ് ഓൾസോ അട്രാക്ട് ദം. മാത്രമല്ല വൃത്തിഹീനമായി കിടക്കുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എലികളെ ആകർഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചുറ്റുപാടുകളിലും എലികൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
വാട്ട് ക്യാൻ വി ഡു ടു കൺട്രോൾ വെക്ടേഴ്സ്? നമുക്ക് ഈ വെക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും? ഡിസ്കസ് ഇൻ ദ ക്ലാസ് ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. അതൊന്ന് ഡിസ്കസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ചെയ്യാം മക്കളെ? കീപ് ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ. വീടും ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുക. കീപ് ഫുഡ് ഐറ്റംസ് ക്ലോസ്ഡ്. ഭക്ഷണങ്ങൾ അടച്ചു സൂക്ഷിക്കുക. ഡു നോട്ട് ത്രോ ഗാർബേജ് ഇൻ പബ്ലിക് പ്ലേസസ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക. അവോയ്ഡ് വാട്ടർ ലോഗിംഗ്. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. ഡു നോട്ട് ത്രോ അവേ പ്ലാസ്റ്റിക് കവേഴ്സ് ആൻഡ് ബോട്ടിൽസ്. പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളൊന്നും പുറത്തേക്ക് വലിച്ചെറിയാതിരിക്കുക. കീപ് ഡ്രെയിനേജ് ക്ലീൻ ആൻഡ് ക്ലോസ്ഡ്. അതുപോലെ ഓടകളൊക്കെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? അടച്ചിട്ട് സൂക്ഷിക്കുക. ലെറ്റ് us control mosquitoes. We can prevent many diseases by controlling mosquitoes. Is it enough to eliminate mosquito breeding conditions only in our home? നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊസ്കിറ്റോസിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് പറ്റും. അപ്പൊ നമ്മളുടെ വീടുകളിൽ മാത്രമല്ല, ചുറ്റുപാടുകളിലും നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള ശുചിത്വം പാലിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും രക്ഷ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു മൊസ്കിറ്റോയും ഹൗസ് ഫ്ലൈയും തമ്മിലുള്ള കോൺവെർസേഷൻ നോക്കൂ. മൊസ്കിറ്റോ പറയുന്നത് നോക്കൂ, വി കാൺ സർവൈവ് ഹിയർ, വി ഹാവ് ടു ലുക്ക് ഫോർ അനദർ പ്ലേസസ് ടു ലേ എഗ്സ്. നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? വൃത്തിയുള്ള ചുറ്റുപാടിൽ ജീവിക്കാൻ സാധിക്കില്ല. പിന്നെന്താണ്? നമുക്ക് ഇവിടെ മുട്ടയിടാനും സാധിക്കില്ല. അതേ അപ്പോൾ ഹൗസ് ഫ്ലൈ പറയുന്നു, ദിസ് ലൊക്കാലിറ്റി ഈസ് ക്ലീൻ. ഈ പ്രദേശം വൃത്തിയുള്ളതാണ്. വി കനോട്ട് ലൈവ് ഹിയർ. നമുക്ക് ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്നല്ലേ? അപ്പോൾ വൃത്തിയുള്ള പരിസരങ്ങളിലായിട്ട് വെക്ടേഴ്സ് ഒരിക്കലും പെരുകില്ല. അവോയ്ഡിങ് വാട്ടർ ലോഗിംഗ്, removing grass and weeds around residences and cleaning drains are a few ways to prevent mosquito breeding. എന്തൊക്കെയാണ് മൊസ്കിറ്റോ ബ്രീഡിംഗ് ഒഴിവാക്കാനുള്ള കുറച്ച് മെത്തേഡുകൾ? അവോയ്ഡ് വാട്ടർ ലോഗിങ് അല്ലേ, വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. പിന്നെ അതുപോലെ പുല്ലും കാടുകളൊക്കെ വെട്ടിത്തളിക്കുക. പിന്നെ അതുപോലെ ഓടകളൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക. ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു പരിധി വരെ മൊസ്കിറ്റോസും ഹൗസ് ഫ്ലൈയും വളരാതെ നോക്കാനായിട്ട് സാധിക്കും, പെരുകാവുന്നത് തടയാനായിട്ട് സാധിക്കും. Now observe the illustration. താഴെ തന്നിരിക്കുന്ന ഒരു ചിത്രം നോക്കിക്കേ. What are the precautions to avoid mosquito bites? കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള എന്തൊക്കെ പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ നമുക്ക് എടുക്കാം? കീപ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്. വൈകുന്നേര സമയമായാൽ വാതിലുകളും ജനലുകളും ഒക്കെ അടയ്ക്കുക. യൂസ് മൊസ്കിറ്റോ നെറ്റ്. കൊതുക് വല യൂസ് ചെയ്യുക. യൂസ് മൊസ്കിറ്റോ ബാറ്റ്. കൊതുകിന്റെ ബാറ്റ് ഉപയോഗിക്കുക. പിന്നെ ഫോഗിങ്, അതായത് നമ്മുടെ കൊതുക് തിരി ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുക. Will the hygiene of our surroundings be enough to prevent the spread of disease? നമ്മളുടെ ചുറ്റുപാടിലുള്ള സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് അസുഖങ്ങൾ വരുന്നത് തടയാനായിട്ട് സാധിക്കുമോ? Let us see some other things to keep in mind. നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാം. എന്തൊക്കെയാണത്? അവിടെ ഡിസീസസും പിന്നെ തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് ടു പ്രിവെന്റ് ഡിസീസ്, രോഗങ്ങൾ തടയാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് നോക്കൂ. ആദ്യത്തേത്, ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന അസുഖങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്. പച്ചക്കറികളും പഴങ്ങളൊക്കെ കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ്. ഭക്ഷണ സാധനങ്ങൾ മൂടി വെക്കുക. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോണ്ടാക്ട്. ഇനി വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന അസുഖങ്ങൾ നിയന്ത്രിക്കാൻ എന്തെല്ലാം ചെയ്യാം? അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ദ സിക്ക് പേഴ്സൺ. വയ്യാത്ത അസുഖമുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഡോണ്ട് യൂസ് ദ സിക്ക് പേഴ്സൺസ് ഹാൻഡ്കർച്ചീഫ്, ക്ലോത്ത്സ് എക്സെട്ര. അതുപോലെ ഇങ്ങനെ അസുഖങ്ങളുള്ളവരുടെ ഹാൻഡ്കർച്ചീഫും വസ്ത്രങ്ങളും ഒന്നും ഉപയോഗിക്കാതിരിക്കുക. യൂസ് മാസ്ക് എപ്പോഴും ധരിക്കുക. മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. വ്യക്തി ശുചിത്വം പാലിക്കുക. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സീവേജ്. ഇനി മണ്ണിലൂടെയും സീവേജിലൂടെയുള്ള ഡിസീസസ് പകരുന്നത് നമുക്ക് എങ്ങനെയെല്ലാം പ്രിവെന്റ് ചെയ്യാം? യൂസ് ഫുട് വിയർ. പാദരക്ഷകൾ ധരിക്കുക, ചെരുപ്പ് ധരിക്കുക. പ്രിവെന്റ് വൂണ്ട്സ് ഇൻ ദ ബോഡി ഫ്രം ഗെറ്റിംഗ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് സീവേജ്. അതായത് നമ്മളുടെ ശരീരത്തിൽ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് മണ്ണും പൊടിയും ചെളിയൊന്നും ആവാതെ സൂക്ഷിക്കുക. വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വിത്ത് സോപ്പ് ഇഫ് ഗെറ്റ് ഡേർട്ടി. കയ്യും കാലൊക്കെ ചളിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? സോപ്പിട്ട് നന്നായിട്ട് കഴുകുക. What can you do to ensure that your home, school and washrooms are clean to prevent disease? നിങ്ങളുടെ വീടും സ്കൂളും വാഷ്റൂമും ഒക്കെ ക്ലീൻ ആക്കി വെക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും? ഒന്നാമത്തേത്, കീപ് ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ് നീറ്റ് ആൻഡ് ക്ലീൻ. വീടും പരിസരവും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക. ക്ലീൻ ബാത്റൂം ആൻഡ് ടോയ്ലറ്റ് എവറി ഡേ. കുളിമുറിയും ടോയ്ലറ്റും ഒക്കെ എല്ലാ ദിവസവും വൃത്തിയാക്കുക. ഡു നോട്ട് ത്രോ ഗാർബേജ് ഇൻ ടു ഔട്ട്സൈഡ്. മാലിന്യങ്ങൾ പുറത്തേക്ക് നിക്ഷേപിക്കാതിരിക്കുക. കണ്ടക്ട് ഡ്രൈ ഡേ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുക. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഇനി മനുഷ്യരിൽ മാത്രമല്ല കേട്ടോ, ആനിമൽസിലും പ്ലാന്റ്സിനും ഒക്കെ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പകർച്ചവ്യാധികൾ ബാധിക്കുന്നുണ്ട്. ഡു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഫക്ട് ഓൺലി ഹ്യൂമൻസ്? മനുഷ്യരെ മാത്രമാണോ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഫക്ട് ചെയ്യുന്നത്? നോ. സി ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്. നമുക്ക് താഴെ കുറച്ച് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കൂ.
ഇതെല്ലാം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മൃഗങ്ങളിലും അതുപോലെ എന്താണ് പക്ഷികളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അതിനെക്കുറിച്ചാണ് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സിലെല്ലാം പറയുന്നത്. ഹാവ് യു ഒബ്സർവ് ദ പ്ലാന്റ്സ് ദാറ്റ് ഹാവ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? സി ദ പിക്ചേഴ്സ്. ഇനി താഴെ നമുക്ക് കുറച്ച് പ്ലാന്റ്സിനുണ്ടായിട്ടുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ള പിക്ചറാണ്. ഒന്നാമത്തെ നോക്കൂ, ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ് ഇൻ റൈസ്. നെല്ലിലുള്ള ബ്രൗൺ ലീഫ് സ്പോട്ടാണ്. പിന്നെ മൊസൈക്ക് ഡിസീസ് ഇൻ പീ പ്ലാന്റ്സ്, പയറിലുള്ള മൊസൈക്ക് രോഗം. പിന്നെ ബഡ് റോട്ട് ഓഫ് കോക്കനട്ട് ട്രീയുടെ ബഡ് റോട്ട്. ഓക്കെ, ഈ 3 ഡിസീസസിന്റെ പിക്ചറാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് പ്ലാന്റ്സ് നശിച്ചു പോകുന്ന ഡിസീസാണ് ഇതെല്ലാം. എൻക്വയർ അബൌട്ട് അതർ ഡിസീസസ് ദാറ്റ് അഫക്ട് പ്ലാന്റ്സ് ആൻഡ് ഓർഗാനിസം, റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. ഇതുപോലെ തന്നെ പ്ലാന്റ്സിലും മറ്റ് ആനിമൽസിലുള്ള മറ്റ് ഡിസീസസ് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്ക് കുറച്ച് നോക്കാം. ആദ്യം ആനിമൽ ഡിസീസസ് നോക്കൂ. എക്സാമ്പിൾ, ബേർഡ്സിന് ബാധിക്കുന്ന ഒരു ആനിമൽ ഡിസീസാണ് ബേർഡ്സ് ഫ്ലൂ. പിന്നെ കൗ, ഗോട്ട് തുടങ്ങിയവയ്ക്ക് ആന്ത്രാക്സ് ഉണ്ടാവാറുണ്ട്. ഡോഗ്, കാറ്റ് തുടങ്ങിയവയ്ക്ക് റാബീസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാവാറുണ്ട്. പിന്നെ കാറ്റിൽസിന്, നമ്മുടെ കന്നുകാലികൾക്ക് ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസസ് ഉണ്ടാവാറുണ്ട്. ഇനി പ്ലാന്റിനെ ബാധിക്കുന്ന കുറച്ച് പ്ലാന്റ് ഡിസീസസ് ആണ്. കോക്കനട്ടിന് ബഡ് റൂട്ട്, പാഡിക്ക് ബ്ലൈറ്റ്, നെല്ലിന് ബ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാവാറുണ്ട്. പി മൊസൈക്ക്, പ്ലാന്റൈന് ബഞ്ചി ടോപ്പ്, നമ്മുടെ വാഴകൾക്കൊക്കെ ഉള്ളതാണ് ബഞ്ചി ടോപ്പ്. പിന്നെ ടൊമാറ്റോയ്ക്ക് ബ്ലൈറ്റ് ഉണ്ടാവാറുണ്ട്. മറ്റ് വെജിറ്റബിൾസിനൊക്കെ മിൽഡോസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കുറച്ച് എക്സാമ്പിൾസ് ആണ്. നിങ്ങൾക്കിത് എഴുതി ചേർക്കാവുന്നതാണ്. ഹൈജീൻ ഹാബിറ്റ്സ്. ഇനി വൃത്തിയായിട്ട് ശരീരവും സറൗണ്ടിങ്സും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള കുറച്ച് ഹാബിറ്റ്സ് നോക്കാം നമുക്ക്. ഇസ് ഇൻ പേഴ്സണൽ ഹൈജീൻ ആസ് ഇമ്പോർട്ടൻ്റ് ആസ് എൻവയൺമെന്റ് ഹൈജീൻ ഫോർ എ ഹെൽത്തി ലൈഫ്? ലുക്ക് അറ്റ് സം ഹാബിറ്റ്സ്. നമ്മുടെ പരിസരം ശുദ്ധിയാക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് എന്താ പറയുക, ഹൈജീനും വേണം അല്ലേ. നമ്മളുടെ വ്യക്തി ശുചിത്വവും നമ്മൾ പാലിക്കണം. അപ്പോൾ തന്നിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് കണ്ടോ മക്കളെ? ഇതെല്ലാം വ്യക്തി ശുചിത്വം ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങളാണ് അല്ലേ കാണിക്കുന്നത്. വിച്ച് ഓഫ് ദീസ് ആർ ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ്? ടിക്ക് ദം. ഇതിൽ താഴെ നമുക്ക് കുറച്ച് ഹാബിറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഗുഡ് ഹാബിറ്റ്സും ബാഡ് ഹാബിറ്റ്സും ഉണ്ട്. അതിൽ ഗുഡ് ഹാബിറ്റ്സിന് മാത്രം ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് നോക്കൂ, വാഷ് ഹാൻഡ്സ് ഓൺലി ആഫ്റ്റർ മീൽസ്. ഭക്ഷണശേഷം മാത്രം കൈ കഴുകുക. അതൊരു ഗുഡ് ഹാബിറ്റ് അല്ല. ഭക്ഷണശേഷം മാത്രമല്ല, ഭക്ഷണത്തിന് മുന്നേ നമ്മൾ കൈ കഴുകണം. അതുപോലെ എന്തെങ്കിലുമൊക്കെ അഴുക്കുകൾ ഇടട്ടൊക്കെ കയ്യിലായാൽ അപ്പോഴും നമ്മൾ വാഷ് ചെയ്യണം അല്ലേ. രണ്ടാമത്തേത് നോക്കൂ, ബ്രഷ് ടീത്ത് എവറി നൈറ്റ് ആഫ്റ്റർ മീൽ. എല്ലാ ദിവസവും രാത്രി ഭക്ഷണശേഷം ബ്രഷ് ചെയ്യുക, പല്ല് തേക്കുക. അതൊരു ഗുഡ് ഹാബിറ്റ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് ടിക്ക് ഇട്ട് കൊടുക്കാം. മൂന്നാമത്തേത്, ഡു നോട്ട് ട്രിം ദ നെയിൽസ് ഓഫ് ഫീറ്റ് ആൻഡ് ഹാൻഡ്സ്. കൈകാലുകളിലെ നഖം വെട്ടരുത്. അത് ഗുഡ് ഹാബിറ്റ് അല്ല, ബാഡ് ഹാബിറ്റ് ആണ്. നഖം വെട്ടിക്കളയണം. യൂസ് ഫുട്വെയർ വെൻ വാക്കിംഗ് ഔട്ട്സൈഡ്. പുറത്ത് പോകുമ്പോൾ ചെരുപ്പ് ധരിക്കുക. അതൊരു ഗുഡ് ഹാബിറ്റ് ആണ്. ഈറ്റ് ഫ്രൂട്ട്സ് ദാറ്റ് ആർ നോഡ് ബൈ ബേർഡ്സ്. പക്ഷികൾ കൊത്തിയ പഴം കഴിക്കുക. അത് ബാഡ് ഹാബിറ്റ് ആണ് കേട്ടോ, കാരണം കഴിക്കാൻ പാടില്ല. ഡു നോട്ട് കൺസ്യൂം സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് കെപ്റ്റ് ഓപ്പൺ. തുറന്നു വെച്ച പലഹാരങ്ങളും ജ്യൂസുകളൊന്നും കുടിക്കരുത്. അതൊരു നല്ല ഹാബിറ്റ് ആണ്. സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്. പൊതുസ്ഥലങ്ങളിൽ തുപ്പുക. അത് നല്ല ഹാബിറ്റ് അല്ല. ബാത്ത് ഡെയിലി. എല്ലാ ദിവസവും കുളിക്കുക. അതൊരു ഗുഡ് ഹാബിറ്റ് ആണ്. അപ്പം ഇത്രയാണ് ഗുഡ് ഹാബിറ്റ് വരുന്നത്. ടിക്കിട്ടത് മാത്രം കേട്ടോ. പ്രിപ്പയർ ആൻഡ് ഡിസ്പ്ലേ പോസ്റ്റേഴ്സ് റിലേറ്റഡ് ടു പേഴ്സണൽ ഹൈജീൻ ആൻഡ് എൻവയൺമെന്റൽ ഹൈജീൻ. ഇനി നമ്മളുടെ വ്യക്തി ശുചിത്വവും അതുപോലെ സാമൂഹിക ശുചിത്വവും മറ്റുള്ളവരിലേക്ക് ബോധവൽക്കരിക്കുന്ന രീതിയിലുള്ള പോസ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടീസ് ബോർഡിൽ അത് പ്രദർശിപ്പിക്കാവുന്നതാണ്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ മക്കളെ, നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഇത് ചിത്രം വരച്ച് കൊട്ടേഷനൊക്കെ എഴുതിയിട്ട് ഒട്ടിക്കാം കേട്ടോ. ഇമ്മ്യൂണിറ്റി. ഇനി എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് നോക്കാം. പ്രതിരോധ ശേഷി എന്നാണ് കേട്ടോ അർത്ഥം. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ our bodies naturally have the ability to control and fight pathogens once they enter the body. നമ്മളുടെ ശരീരത്തിലേക്ക് ഒരു പാത്തോജൻ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് പിന്നീട് അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കൺട്രോൾ ചെയ്യാനും അതിനെതിരെ പോരാടാനും ഫൈറ്റ് ചെയ്യാനും ഒക്കെ നമ്മുടെ ശരീരത്തിൽ തന്നെ അതിനുള്ള ഒരു ശക്തി അത് ആർജിച്ചെടുക്കും. ദിസ് ഈസ് കോൾഡ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. ഇതിനെയാണ് നമ്മൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. ദിസ് എബിലിറ്റി വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഈ കഴിവ് ഓരോ വ്യക്തികൾക്കും എന്തായിരിക്കാം? വ്യത്യസ്തമായിരിക്കും. The body is unable to develop natural immunity against some uncommunicable diseases such as polio and hepatitis B. ഇനി നമ്മുടെ പോളിയോ അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയിട്ടുള്ള ഡിസീസസിനെതിരെ നമ്മുടെ ശരീരത്തിന് നാച്ചുറലായിട്ട് പ്രതിരോധിക്കാനായിട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. വി നീഡ് ടു ടേക്ക് വാക്സിനേഷൻസ് ടു അവോയ്ഡ് സച്ച് ഡിസീസസ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഡിസീസസ് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം?
വാക്സിനേഷൻ നടത്തണം, അതായത് കുത്തിവെപ്പ് എടുക്കണം. ത്രൂ ദിസ് ഇറ്റ് വിൽ ബി പോസിബിൾ ടു ഗെയിൻ ഇമ്മ്യൂണിറ്റി. ഇങ്ങനെ വാക്സിനേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ അസുഖങ്ങളെ ചെറുക്കാനായിട്ട് സാധിക്കും. ദിസ് ഈസ് കോൾഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഈ ഇമ്മ്യൂണിറ്റി എന്നാണ് നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. അപ്പം നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന, നമ്മൾ എന്താ പറയുക, ശരീരം സ്വയമേ അല്ലാതെ നമ്മൾ വാക്സിനേറ്റ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഇമ്മ്യൂണിറ്റി. ഇറ്റ് ഈസ് ത്രൂ വാക്സിൻസ് ദാറ്റ് വി ഹാവ് സർവൈവ്ഡ് മെനി എപ്പിഡമിക്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വാക്സിൻസ് നമ്മൾ ഒരുപാട് എപ്പിഡമിക് ഡിസീസസ്, അതായത് ഒരുപാട് പകർച്ചവ്യാധികളിൽ നിന്ന് നമ്മൾ രക്ഷ നേടിയത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള വാക്സിനുകൾ എടുത്തിട്ടാണ്. അതിന് എക്സാമ്പിൾ ആണ് സ്മോൾ പോക്സ്, പോളിയോ, പ്ലേഗ് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള വാക്സിൻ. വിച്ച് ഹാവ് ത്രട്ടൺ ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ദ ഹ്യൂമൻ റേസ്. നമ്മളൊക്കെ ഒരുപാട് ത്രട്ടൺ ചെയ്ത എന്താ പാൻഡമിക് ഡിസീസസ് ആയിരുന്നു ഇതെല്ലാം. അതുപോലെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ എടുത്ത COVID-19 വാക്സിനും ഇതിൽ പെടും കേട്ടോ. ഒരു അക്വയർഡ് ഇമ്മ്യൂണിറ്റി ആണ്. നൗ വിച്ച് ഡിസീസസ് ഷുഡ് ബി വാക്സിനേറ്റഡ് അഗെയിൻസ്റ്റ്? ഏതൊക്കെ അസുഖങ്ങൾക്കാണ് വാക്സിനേഷൻ എടുക്കാറ്? നമുക്ക് നോക്കാം. നമുക്ക് അതിനെക്കുറിച്ച് ഒരു പട്ടിക തന്നെ പഠിക്കാനുണ്ട്, അതിൽ എഴുതി ചേർക്കാം കേട്ടോ. വിച്ച് ആർ ദ മാൻഡേറ്ററി വാക്സിൻസ് ടു ബി ടേക്കൺ ബൈ ദ ഏജ് ഓഫ് 16? 16ാമത്തെ വയസ്സിൽ നമ്മൾ എടുക്കുന്ന വാക്സിൻ എന്താണ്? TD വാക്സിനാണ്, ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിനാണ് കേട്ടോ എടുക്കാറുള്ളത്. നമുക്കിവിടെ വാക്സിനേഷൻ ചാർട്ട് തന്നിട്ടുണ്ട്. ഒന്ന് BCG ഉണ്ട്. BCG എന്ന് വെച്ചാൽ ബാസിലസ് കലാമിറ്റി ഗ്വേറിൻ, പിന്നെ OPV ഓറൽ പോളിയോ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് B, പിന്നെ FIPV പോളിയോ വാക്സിൻ, ഫ്രാക്ഷണൽ ഡോസ്, RVV റോട്ടാ വൈറസ് വാക്സിൻ. അതിൽ അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് OPVയും BCGയും ഹെപ്പറ്റൈറ്റിസ് Bയും കൊടുക്കുന്നു. പിന്നെ 6 വീക്സ് ആകുമ്പോൾ OPV 1, RVV 1, പെൻഡാവാലൻ 1, FIPV 1, PCV 1 തുടങ്ങിയിട്ടുള്ള വാക്സിൻസ് കൊടുക്കുന്നു. പിന്നെ 10 വീക്സ് ആകുമ്പോൾ OPV 2, RVV 2, പെൻഡാവാലൻ 2, 14 വീക്സ് ആകുമ്പോൾ OPV 3, RVV 3, പെൻഡാവാലൻ 3, FIPV 2, PCV 2. ഇത്രയും വാക്സിൻസ് ഒരു കുട്ടിക്ക് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. കംപ്ലീറ്റ് ദ ചാർട്ട് ബൈ ആഡിങ് യുവർ ഫൈൻഡിങ്സിന് നമുക്ക് താഴെ പ്രിവെൻറ്റീവ് വാക്സിൻസ്, ഒരു വാക്സിൻ്റെ പേരും അത് ഏത് ഏജിലാണ് എടുക്കേണ്ടതെന്നും അത് ഏതൊക്കെയോ ഡിസീസസിനെതിരെയാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു ടേബിൾ തന്നിട്ടുണ്ട്. നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യത്തേത് പോളിയോ വാക്സിനാണ്. പോളിയോ വാക്സിൻ നമ്മൾ എടുക്കേണ്ടത് അറ്റ് ബർത്ത്, ജനിച്ച സമയത്താണ്. അത് പോളിയോയ്ക്ക് എതിരെയാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തത് OPV 1, റോട്ടാ വൈറസ് വാക്സിൻ, RVV 1, പെൻഡാവാലൻ 1, FIPV 1, ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ, PCV 1. ഇത് ഏകദേശം 6 വീക്സ് ആകുമ്പോൾ എടുക്കണം. അത് പോളിയോ, പിന്നെ റോട്ടാ വൈറസ് ഡിസീസസ്, പിന്നെ ന്യൂമോണിയ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാനാണ് കേട്ടോ. പിന്നെ OPV 2, RVV 2, പെൻഡാവാലൻ 2, അത് 10 വീക്സ് ആകുമ്പോൾ അത് പോളിയോ, റോട്ടാ വൈറസ് ഡിസീസസിൽ നിന്നാണ്. പിന്നെ OPV 3, RVV 3, പെൻഡാവാലൻ 3, FIPV 2, PCV 2, 14 വീക്സ് ആകുമ്പോഴാണ് പോളിയോ, റോട്ടാ വൈറസ്, പിന്നെ ന്യൂമോണിയ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാനാണ്. നെക്സ്റ്റ് MR1, PCV ബൂസ്റ്റർ, വൈറ്റമിൻ A, FIPV 3, അത് ഏകദേശം 9 മന്ത്സ് ആകുമ്പോഴാണ് എടുക്കേണ്ടത്. അത് മീസിൽസ്, റുബില്ല, ന്യൂമോണിയ, പിന്നെ നമ്മുടെ ഹെൽത്ത് ഓഫ് ഐസ് ആൻഡ് പോളിയോ, ഇത്രയും ഇതിൽ നിന്ന് രക്ഷ നേടാനാണ് നമുക്ക് ഈ വാക്സിൻസ് എടുക്കേണ്ടത്. നെക്സ്റ്റ് MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വൈറ്റമിൻ A2, അത് ഏകദേശം 16 to 24 മന്ത്സിലാണ് എടുക്കേണ്ടത്. അത് മീസിൽസ്, റുബില്ല, പോളിയോ, പിന്നെ ഹെൽത്ത് ഓഫ് ഐസ്. പിന്നെ DPT ബൂസ്റ്റർ 5 to 6 ഇയേഴ്സിനുള്ളിലാണ് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ TD1, അതായത് ടെറ്റനസ് ഡിഫ്തീരിയ 1, 10 ഇയർ ആകുമ്പോൾ എടുക്കണം. അത് ടെറ്റനസ് ഡിഫ്തീരിയ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾക്കാണ്. പിന്നെ TD2 10 ഇയേഴ്സ് അല്ലെങ്കിൽ 16 ഇയേഴ്സ് വരെയൊക്കെ എടുക്കാം കേട്ടോ. അതും ടെറ്റനസ് ഡിഫ്തീരിയയിൽ നിന്ന് രക്ഷ നേടാനാണ്. നമുക്കിവിടെ ആ വാക്സിനേഷൻ ചാർട്ടിൻ്റെ ബാക്കി കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. 9 മന്ത്സിലും പിന്നെ 9 മന്ത്സ് തൊട്ട് 16 ഇയേഴ്സ് വരെ ഏതൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ള പിക്ചർ തന്നിട്ടുണ്ട്. മക്കളത് വായിച്ചു നോക്കണേ. Proper awareness is to be given to the people regarding the mode of transmission of diseases and the methods of prevention. What can we do for this? അപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ്, ബോധവൽക്കരണം, വേണ്ടത്ര ബോധവൽക്കരണം ഈ സമൂഹത്തിലേക്ക് കൊടുത്താൽ ഒരു പരിധിവരെ അവരെല്ലാവരും വാക്സിനേഷൻ എടുക്കാൻ തയ്യാറാവും അല്ലേ? എന്തൊക്കെ നമുക്കതിന് വേണ്ടിയിട്ട് ചെയ്യാം? ഡ്രാമ, പപ്പട്രി, പാവനാടകം, പിന്നെ കാർട്ടൂൺ, പോസ്റ്റർ, പിന്നെ അതുപോലെ നോട്ടീസ്, അവയർനെസ് ക്ലാസ്സസ്, ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാം. ഡിസീസസ് ക്യാൻ ബി kept away with proper awareness and preventive measures. Healthy people are the wealth of a nation. അപ്പം പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു നാളെയെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വാർത്തെടുക്കാനായിട്ട് പറ്റും എന്നതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യം.
ഇനി നമുക്ക് ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് നോക്കാം മക്കളെ. ക്വസ്റ്റ്യൻ 1. റൈറ്റ് ഡൗൺ 5 ഡിസിഷൻസ് യു ഹാവ് ടേക്കൻ ടു മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. വ്യക്തി ശുചിത്വം പാലിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു 5 തീരുമാനങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ കുറച്ച് കൊടുക്കുന്നുണ്ട്. ടേക്ക് എ ബാത്ത് എവറി ഡേ ടു കീപ് മൈ ബോഡി ക്ലീൻ ആൻഡ് ഫ്രഷ്. എല്ലാ ദിവസവും ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുളിക്കും. ഐ വാഷ് മൈ ഹാൻഡ്സ് thoroughly വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ബിഫോർ ഈറ്റിംഗ്. ഭക്ഷണത്തിന് മുന്നേ സോപ്പിട്ട് കൈകൾ നന്നായിട്ട് കഴുകും. ഐ ബ്രഷ് മൈ ടീത്ത് ട്വൈസ് ഇൻ എ ഡേ. ഞാൻ ദിവസത്തിൽ 2 തവണയെങ്കിലും പല്ല് തേക്കും. ഐ വാഷ് മൈ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ ഗോയിങ് ടു ദ ടോയ്ലറ്റ്. ബാത്റൂമിൽ പോയി കഴിഞ്ഞ ശേഷം ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്യും? കൈകൾ സോപ്പിട്ട് നന്നായിട്ട് കഴുകും. ഐ വിയർ ക്ലീൻ ക്ലോത്ത്സ് എവറി ഡേ ആൻഡ് വാഷ് മൈ ക്ലോത്ത്സ് റെഗുലർലി. ഞാൻ നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും എൻ്റെ എല്ലാ വസ്ത്രങ്ങളും ധരിച്ച വസ്ത്രം എല്ലാ ദിവസവും കഴുകുകയും ചെയ്യും. Question 2. Personal and social hygiene are important in preventing communicable diseases. Do you agree with the statement? പ്ലീസ് എലാബറേറ്റ്. അപ്പോൾ നമ്മളുടെ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും നമുക്ക് ഒരു പരിധിവരെ പകർച്ചവ്യാധികളിൽ നിന്ന്, കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. Yes, I agree with the statement. Personal hygiene habits help to remove germs and pathogens from the body and prevent the spread of infections. Social hygiene helps to prevent the transmission of diseases through contaminated environments and reduce the risk of outbreaks and epidemics. By adopting good personal and social hygiene practices, individuals can be reduce the risk of spreading communicable diseases. അപ്പോൾ ഞാൻ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നുണ്ട്. കാരണം പേഴ്സണൽ ഹൈജീൻ പാലിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ പാത്തോജൻസിൽ നിന്നും ജേംസിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് സാധിക്കും. അതുവഴി ഇൻഫെക്ഷൻസ് ഇല്ലാതാക്കാനായിട്ടും സാധിക്കും. പിന്നെ സോഷ്യൽ ഹൈജീൻ നമ്മൾ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് കണ്ടാമിനേറ്റഡ് എൻവയൺമെൻറ്റ്സിൽ നിന്നും ഒരുപാട് ട്രാൻസ്മിഷൻ ഡിസീസസിൽ നിന്നും നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോരുത്തരും പേഴ്സണൽ ഹൈജീനും സോഷ്യൽ ഹൈജീനും ഉറപ്പാക്കുന്ന സമയത്ത് നമുക്ക് ഒരു പരിധിവരെ അസുഖങ്ങളിൽ തടയാനായിട്ട് ഇതുവഴി സാധിക്കും. Question 3. Do you agree with the following precautions that we should take to control vector-borne diseases? ഇനി താഴെ നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ വെക്ടേഴ്സ് കാരണം ഉണ്ടാകുന്ന ഡിസീസസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രിക്കോഷൻസിനെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒന്നാമത്തേത് എലിമിനേറ്റ് കണ്ടീഷൻസ് ദാറ്റ് കോസ് സീവേജ് അക്യുമുലേഷൻ. മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുക. ശരിയാണ്. ഡിസ്പോസൽ ഓഫ് ഗാർബേജ് ഇൻ പബ്ലിക് പ്ലേസസ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുക. തെറ്റാണ്, പാടില്ല. ഇഫ് വാട്ടർ റിട്ടൻഷൻ ഈസ് അൺഅവോയ്ഡബിൾ, ബ്രീഡ് ഫിഷ് സച്ച് ആസ് ഗപ്പി ആൻഡ് ഗാംബൂസിയ ഇൻ ഇറ്റ്. വെള്ളം കെട്ടി നിർത്തുന്ന സാഹചര്യം അനിവാര്യമാണെങ്കിൽ അതിൽ ഗപ്പി, ഗാംബൂസിയ തുടങ്ങിയിട്ടുള്ള മത്സ്യങ്ങളെ വളർത്തുക. അത് ശരിയാണ്. ഫുഡ് ഐറ്റംസ് നീഡ് നോട്ട് ബി കെപ്റ്റ് കവേർഡ്. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കരുത്. തെറ്റാണ്. യൂസ് ഫുഡ് ഐറ്റംസ് ഓൺലി ആഫ്റ്റർ വാഷിംഗ്. ഭക്ഷണ സാധനങ്ങൾ കഴുകിയ ശേഷം മാത്രം കഴിക്കുക. ശരിയാണ്. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ശരിയാണ്. കീപ് ദ ഹൗസ് ആൻഡ് സറൗണ്ടിങ് ക്ലീൻ. വീടും ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുക. ശരിയാണ്. പ്രാക്ടീസ് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ സോഴ്സ്. അപ്പോൾ കൃത്യമായിട്ടുള്ള മാലിന്യ സംസ്കരണ രീതികൾ ഉപയോഗിക്കുക. അതും ശരിയാണ്. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ചാപ്റ്ററും അതിൽ ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ എല്ലാം ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ STD5 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ മറ്റു വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്